കൊട്ടിയൂരിൽ ദർശനത്തിനെത്തിയ യുവാവിനെ കാണാതായി. കാഞ്ഞങ്ങാട് സ്വദേശി അഭിജിത്തിനെയാണ് കാണാതായത്. അഭിജിത്തും സംഘവും ബാവലിപ്പുഴയിൽ മുങ്ങിക്കുളിച്ചതിന് ശേഷമാണ് അഭിജിത്തിനെ കാണാതായതായി പറയുന്നത്. ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. ഭാര്യയ്ക്കൊപ്പം കൊട്ടിയൂർ ഉത്സവത്തിനെത്തിയ കോഴിക്കോട് അത്തോളി സ്വദേശി നിഷാദിനെയും കാണാതായതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇയാൾ പുഴയിൽ അകപ്പെട്ടതായാണ് സംശയിക്കുന്നത്. വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ദിനംപ്രതി കൊട്ടിയൂരിലേക്ക് എത്തുന്നത്. ക്ഷേത്രത്തിന് സമീപമായി തന്നെ ഭക്തർക്ക് കുളിക്കുന്നതിനായി ഒരു ചിറ കെട്ടിയിരുന്നു. ഈ ചിറ കഴിഞ്ഞ ദിവസം തകർന്നതോടെ പുഴയിലേക്ക് വലിയ രീതിയിൽ കുത്തൊഴുക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പുഴയിലേക്ക് ഒഴുക്ക് കൂടിയത്. രാവിലെ 5 മണിയാകുമ്പോഴാണ് ഇവിടെ എത്തി ഇത് കുളിക്കാനായിരുന്നു. കുളിച്ചിട്ട് കഴിഞ്ഞിട്ട് കയറി വരുമ്പോൾ ആണ് നമുക്ക് ഈ അഭിജിത്തിനെ മിസ്സാവുന്നത്. നിങ്ങൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോയെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പോയായിരുന്നു. കിട്ടിയായിരുന്നല്ലേ? അപ്പോൾ പെട്ടെന്ന് അത് നമ്മളെ കൂടെ തന്നെ ഉള്ള ആളാണ്. ഫയർഫോഴ്സ് വന്നില്ലായിരുന്നു? ഫയർഫോഴ്സ് വന്നായിരുന്നു, സെർച്ച് ചെയ്തായിരുന്നു. എന്നിട്ട് പിന്നെ നല്ല മഴയായിരുന്നു, നല്ല കുത്തൊഴുക്കുണ്ടായിരുന്നു. ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, EY and UX ഡിസൈനിംഗ്, വൈബ്സ് ആൻഡ് SAP, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് ആൻഡ് ആനിമേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അഡ്വാൻസ് എക്സൽ, പൈത്തൺ പ്രോഗ്രാമിംഗ്, ഇന്റീരിയർ ഡിസൈനിംഗ്, AI ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ. കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ. ന്യൂ ബസ് സ്റ്റാൻഡ്, ഇരിട്ടി. കോൺടാക്ട് 7559922299. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.